വളച്ചു കെട്ടാത്ത കാര്യത്തിലേക്ക് വരാം. എനിക്ക് കുറച്ച് കാശ് വേണം. കാശെന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമില്ല, ഒരു 25 ലക്ഷം രൂപ. കലാവതി, ഞാൻ ബാങ്ക് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുമ്പോൾ ഞാൻ പെങ്ങളെ അറിയിച്ചോളാം. കോമഡി പറയല്ലേ ചന്ദ്ര. ചന്ദ്രന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണക്ക് കൂട്ടിയതനുസരിച്ചാണെങ്കിൽ ഒരു 26 ലക്ഷം രൂപയെങ്കിലും ചന്ദ്രന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. കല്യാണ ചെലവിനായിട്ട് കുറച്ച് കാശ് ചെലവാക്കിയെങ്കിലും 25 ലക്ഷം രൂപ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്റെ കയ്യിൽ എത്രയും കാശുണ്ടെന്ന് നീ അറിയേണ്ട കാര്യമില്ല. എന്നാലും ആ കാശിൽ നിന്ന് നയാ പൈസ പോലും നിനക്ക് ഞാൻ തരില്ല. അത്യാവശ്യം ആയതുകൊണ്ടാ ചന്ദ്ര. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു. പണം ഉണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റൂ. ഇത്രയും വലിയൊരു തുക 2 ദിവസം കൊണ്ടുണ്ടാക്കാൻ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. ചന്ദ്രനൊന്ന് സഹായിക്കണം. ഇത്തരം സഹായങ്ങളൊക്കെ പണ്ട് ഞാൻ ഒരുപാട് ചെയ്തതാ കലാവതി. പക്ഷെ എന്നെ കൊണ്ട് ആവശ്യം കഴിഞ്ഞപ്പോ നീ എന്നെ കറിവേപ്പില പോലെ ഉപേക്ഷിച്ചു. ഇനി ഒരു സഹായവും ഞാൻ ചെയ്യില്ല എന്നോട് പറയുകയും വേണ്ട. ഇതൊരു അവകാശമായിട്ട് ചോദിക്കുകയല്ല, പരസ്പരം അറിയാവുന്ന 2 പേര്, അങ്ങനെ കരുതിയാ മതി. ഭാര്യയും ഭർത്താവും എന്നുള്ളതൊക്കെ വിട്ടേക്ക്. ഒരു ആവശ്യം വരുമ്പോ സഹായിക്കുന്ന 2 സുഹൃത്തുക്കള്. ആരും നമ്മളോ? കലാവതി ഈയിടെ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങി. അതേളിയാ, വെറുതെ തരണ്ട, കടവായിട്ട് തന്നാ മതി. 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം, പലിശ സഹിതം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഞാൻ ബാങ്കൊന്നും നടത്തുന്നില്ല. ചന്ദ്രന്റെ കയ്യിൽ പണമുണ്ട്. അത് ബാങ്കിൽ കിടന്ന എന്താ പ്രയോജനം? മഹേന്ദ്രൻ പറഞ്ഞതുപോലെ മാന്യമായ പലിശ ഞാൻ തരാം. ചുമ്മാ തരാൻ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം. അളിന് ഇഷ്ടപ്പെട്ട വക്കീലിനെ വെച്ചോ. ആ വക്കീൽ എഴുതിത്തരുന്ന ഏത് ഡോക്യുമെന്റിലും ഞങ്ങൾ ഒപ്പിട്ട് തരാം. മോനെ മഹേന്ദ്ര, എനിക്കറിയാവുന്ന പോലെ നിന്റെ ചേച്ചി നിനക്കറിയോ? അറിയില്ല. വക്കീലല്ല, ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് വന്ന് എഴുതിയ പ്രമാണമാണെങ്കിലും നിന്റെ ചേച്ചി അതില് ചതി കാണിക്കും. ഇവിടുമായിട്ട് ഒരു ഇടപാടിനും ഞാനില്ല. ഇത് ചന്ദ്രൻ ചതിക്കാനോ പണം കൈക്കലാക്കാനോ വേണ്ടി ചോദിച്ചതല്ല. ശരിക്കും ചില പ്രശ്നങ്ങളുണ്ട്. 2 ദിവസത്തിനകം പണം കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. സഹായം ചോദിക്കാനാ ഞാൻ വന്നത്. ചന്ദ്രനൊന്ന് സഹായിക്കുക. സഹായിക്കില്ല. പണ്ട് നിന്നെ സഹായിച്ചെന്റെ കഥകൾ ഓർക്കാതിരിക്കാൻ പാടുപെടുക ഞാൻ. നീ എന്നോട് ചെയ്തൊക്കെ ഓർത്തു വന്നാലേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. എന്റെ കുട്ടികൾ എന്നെ ജയിലിൽ വന്ന് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അളിയാ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, പറയട്ടെ. എന്താടേക്ക? ഞങ്ങൾക്ക് പണം കിട്ടിയേ പറ്റൂ, അത്യാവശ്യം. മഹേന്ദ്ര, ഒരു വഴിയുണ്ട്. നോട്ടടിക്കാൻ പറ്റുമോ നിനക്ക്? ഈ ലോകത്തെ സകല കള്ളത്തരം അറിയാന്നുള്ള നിന്റെ ചേച്ചി. ചോദിച്ചാലേ അവള് പറഞ്ഞു തരും. ഈ പണമേ അധിക നാളാളി എന്റെ കയ്യിരിക്കില്ല. ഓ, ഈ പറയുന്നത് മഹേന്ദ്രനാ. മഹേന്ദ്രനല്ല, ദേവേന്ദ്രൻ പറഞ്ഞാലും 10 പൈസ ഞാൻ തരില്ല. എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്ന എന്റെ മക്കളാ. അവസാനമാക്കണോ? മഹേന്ദ്ര, ഈ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വാക്യമുള്ളൂ. എടാ, നീ പോയി ആരെങ്കിലും തല്ലിക്കൊന്ന് കാശുണ്ടാക്കടാ, അല്ലെങ്കിൽ കക്കാൻ പോ. ഇനി പിന്നെ ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ചേച്ചിയും കൂട്ടി കവലയിൽ പോയിരുന്ന് പിച്ചെടുക്കടാ. വെറുതെ എന്റെ കയ്യിലെ കാശ് കണ്ട് മോഹിക്കണ്ട. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.